ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊന്ന് ചേർത്തലേക്ക് പോകണം കേട്ടോ. നമുക്ക് കുറച്ച് പർച്ചേസിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആര്യമായിട്ടാണ് കേട്ടോ പോണത്. ഞാൻ അവളെ വീട്ടിൽ നിന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് കുറച്ച് പ്രോഡക്റ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. പിന്നെ ആര്യക്കും വീട്ടിലേക്കുള്ള സാധനങ്ങൾ അമ്മ പറഞ്ഞിട്ട് വാങ്ങണുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ അശ്വതി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ജംഗ്ഷൻ. പൊതുവേ ഞങ്ങൾ ചേർത്തല മഞ്ഞളിൽ നിന്ന് കേട്ടോ വാങ്ങണത്. അവിടെ നിന്ന് വാങ്ങാനായിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇവൾ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ഥിരമായി മേടിക്കുന്ന ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്ന് കേട്ടോ നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആര്യക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് വെളുത്തുള്ളി നല്ലത് നോക്കി എടുത്ത് തൂക്കമൊക്കെ നോക്കിയത് കേട്ടോ. നമുക്ക് അവിടെ ത്രാസൊക്കെ വെച്ചിട്ടുണ്ട്, എൻ്റെ റേറ്റൊക്കെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡി എടുത്തുകൊണ്ട് എൻ്റെ റേറ്റിംഗ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് പച്ചക്കറിയുടെ മേളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 1 കിലോ എത്രയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതല്ല, എനിക്കൊരു മെയിനായിട്ടൊരു സാധനം മേടിക്കേണ്ടത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് സസ്പെൻസായിട്ടൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി. പക്ഷേ ആ ഒരു ഐറ്റം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മഞ്ഞളിൽ നിന്ന് തന്നെ അത് പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ചട്ടിയുടെ ഒരു മൂടി വേണമായിരുന്നു കേട്ടോ. അത് ഞാൻ തിരക്കിയാണ് ഞാൻ വന്നത്, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഗോഡൗണിൽ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ തന്നെ നിന്ന് കുറച്ച് വൈൻ നോക്കിട്ടോ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വട്ടം ഞാൻ ഇങ്ങനെ വൈൻ കുടിച്ച സമയത്ത് തലകറങ്ങി വോമിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വൈനൊന്നും പെട്ടെന്ന് പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പർച്ചേസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആര്യക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കുറച്ച് ഐറ്റംസ് മതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉരുളനും സവാളയും അതുപോലെ തന്നെ ജിഞ്ചറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നോക്കിയത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോകാമെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയുള്ള ആ പമ്പിൻ്റെ അടുത്ത് തന്നെ ഒരിടത്ത് ഇരുന്നു കേട്ടോ. ഇരുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് മിഠായിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മിഠായി ആരുടെ ഫേവറേറ്റ് മിഠായി കേട്ടോ. എവിടെ പോയാലും വാങ്ങാറുണ്ട്, ഞാനും അടുത്തും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആര്യയുടെ വീട്ടിൽ കൊണ്ടുപോയ സാധനം കൊടുത്തിട്ട് അവരുടെ വഴി കൂടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ ഇടാമല്ലോ എന്നിടത്ത് കുറച്ച് കോളാമ്പി പൂവൊക്കെ വെച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും ആര്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെന്ന സമയത്ത് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓട്ടോയ്ക്കാണ് കേട്ടോ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കാലി ഓട്ടോയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പോകുന്ന ഓട്ടോയുടെ റേറ്റ് കൊടുക്കണ്ട, അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് റോഡ് എത്തിയിട്ടോ. ഇതാണ് മാർക്കറ്റ് റോഡ്. ഇവിടെ നമ്മൾ രാവിലെ വന്നു കേട്ടോ. ഭയങ്കര വൈബാണ് സത്യം പറഞ്ഞാൽ. നല്ല രസമാണ് കാണാനായിട്ട്, ഓരോ ഷോപ്പ് ഓപ്പൺ ചെയ്യണ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ നമ്മളുടെ പുറത്തുനിന്ന് വന്ന കുറേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി മാത്രമേ ഇവിടെ കാണുള്ളൂ കേട്ടോ. കുറേ വണ്ടികളുണ്ടാവും. ഇപ്പം നമ്മൾ കയറാൻ പോണത് മാർക്കറ്റിലാണ് കേട്ടോ. മാർക്കറ്റിൽ കയറി ഞാൻ ഉദ്ദേശിച്ച മീനുണ്ടോ എന്ന് നോക്കിയതാണ്. ഞാൻ കരിമീൻ നോക്കിയാണ് കേട്ടോ പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കരിമീൻ അവിടെ ഉണ്ടായിരുന്നില്ല. വലിയ കരിമീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നാഞ്ഞുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അതുപോലെ തന്നെ ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ചട്ടി വാങ്ങാനുണ്ടായിരുന്നു. ഒരു ചട്ടി എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു സാധനം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചട്ടി കിട്ടുന്ന ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഈ ഒരു ഷോപ്പ് കണ്ടോ, ഈ ഒരു ഷോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കേട്ടോ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ നീറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ കൊലയൊക്കെ കൊണ്ടുപോവാണ്. പക്ഷേ ഈ ഒരു വൈബിങ് വേറൊരു മൂഡാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെ ചേർത്തല പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറേ പർച്ചേസ് ചെയ്യണ കാര്യമൊക്കെ പറയാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈസയും കൊണ്ട് പോയി എങ്ങനെ പൊട്ടിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മൂടിയൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് കേട്ടോ ആ ഒരു മൂടി കിട്ടിയത്. ആ ചേട്ടൻ നല്ല കോപ്പറേറ്റഡ് ആണ്, എല്ലാ സാധനവും എടുത്ത് നോക്കാനുള്ളൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നോക്കി കൊട്ടിയൊക്കെ നോക്കിയിട്ട് ശേഷം എടുക്കാം കേട്ടോ. പണ്ട് എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലത്തെ മണ്ണ് ഐറ്റംസ് ആയിട്ടുള്ള ചട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് കൊട്ടി നോക്കിയിട്ട് വാങ്ങണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊട്ടിയൊക്കെ നോക്കിയിട്ട് നല്ല നോക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്നു കേട്ടോ. അതുകൊണ്ട് ഡിന്നർ റൂമെന്ന് പറഞ്ഞൊരു ഷോപ്പ് അവിടെ ഉണ്ട് കേട്ടോ, നമ്മളുടെ റെസ്റ്റോറൻറ്റ് പോലെ. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതി. ഇവിടെ ഇലയിട്ട ഊണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്, പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ. അവർ നല്ല കസ്റ്റമേഴ്സൊക്കെ അടിപൊളിയാണ്. അവിടെ മെനു ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ചിക്കൻ ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത് കേട്ടോ. ചിക്കൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, പക്ഷിപ്പനി ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇലയിട്ട ഊണ് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ അവർ സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മെയിൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ നമ്മൾ സിലോപ്പി ഫ്രൈ ആണ് കേട്ടോ സ്പെഷ്യൽ പറഞ്ഞത്. സൂപ്പർ സിലോപ്പി ഫ്രൈ, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ലെമണൊക്കെ ഒഴിച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പരട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഷെഫ് ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു മാഡം ഫുഡ് എന്നൊക്കെ. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഷെഫിൻ്റെ മുഖത്ത് നല്ലൊരു ചിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നമ്മളോട് നല്ലതെന്ന് പറയുന്നതാണ് നമുക്കൊരു സന്തോഷം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായി മേടിക്കുന്ന ഫ്രൂട്ട്സ് കട ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ എപ്പോഴും വാങ്ങുന്നത്. എമോസിനുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നമ്മൾ നല്ലത് നോക്കി വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് വേറെ കുറച്ച് ഐറ്റംസൊക്കെ കൂടി മേടിച്ചിട്ടാട്ടോ പോയത്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, സസ്പെൻസാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.